ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അന്നാണ് സർജറി എന്നാണ്. അന്നല്ലായിരുന്നു കേട്ടോ, ജൂലൈ 2-നായിരുന്നു സർജറി. ഓൾറെഡി കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കാനൊക്കെ റെഡി ആയി വരണേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇട്ടത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. ഹോസ്പിറ്റലാണുള്ളത്, കാലിക്കറ്റ് മനോജ് ENT ഹോസ്പിറ്റലാണ് കേട്ടോ സർജറി. അപ്പോൾ 5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ തലേ ദിവസം തന്നെ ഇവിടെ വന്നിട്ട് അടുത്തൊരു റൂം എടുത്തിട്ടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ ഡിലേ ഇല്ല, നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റി. അഡ്മിറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയതാണ് കേട്ടോ ഈ കയ്യിലെ ഈ നെയിം ടാഗ്. ഇതിൻ്റെ കൂടെ തന്നെ സർജറിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് എല്ലാവരും ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഹോസ്പിറ്റലിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കമ്മലൊന്നും ഇല്ലാണ്ട്. അച്ഛൻ അത് അപ്പുറത്തിരിക്കുന്നുണ്ട്, ഞാനും ഏട്ടനും പിന്നെ ഇപ്പുറത്ത് അമ്മയുണ്ട് കേട്ടോ. അമ്മ സാധാരണ ചെയ്യണ പോലെ തന്നെ വീഡിയോ കണ്ട പാടത് മുഖമൊക്കെ പൊത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഏട്ടൻ കുറച്ച് എടുത്ത് വെച്ച 2-3 ഫോട്ടോസ് വെച്ചിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ ഓപ്പറേഷൻ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ തന്നെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കേട്ടവർക്ക് അറിയുണ്ടാവും. 3ാമത്തെ സർജറിയാണ്. മാത്രമല്ല അത് കുറച്ചും കൂടി ഒരു മേജർ ഓപ്പറേഷനും കൂടി ആവുമായിരുന്നു. കാരണം മുന്നത്തെ ആ ഇഞ്ചക്ഷൻ്റെ പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇയർ ബാലൻസിൻ്റെ ഷെഡിൽ നല്ലോണം ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഇയർ ഡ്രമ്മ് പോയി. പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബോർഡ് വീണത് കാരണം കൊണ്ട് എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നത്, അതും ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. ചിരിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഒരു ടെൻഷനില്ലാണ്ട് നല്ലതായിരുന്നു. അങ്ങനെ നല്ല അത്യാവശ്യം ടെൻഷനും നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. രാവിലെ ഏകദേശം 7 മണിയോട് കൂടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് വൈകിട്ട് ഒരു 6-7 മണിയാകുമ്പോഴാണ് കേട്ടോ ഞാൻ റൂമിലേക്ക് മാറുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ സമയത്താണ് ഞാൻ സമയം അടക്കം അറിയുണ്ടായിരുന്നത്. സർജറി ഒരു 3 മണിക്കൂർ നേരത്തെ ആയിരുന്നു. അത് കഴിഞ്ഞ് ICUവിൽ നിന്ന് പിന്നെ റൂമിലേക്ക് മാറ്റുന്നത് ആ സമയത്തായിരുന്നു. ഇത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ റൂമിലേക്ക് മാറിയപ്പോൾ എടുത്തു വെച്ച ഫോട്ടോയാണ് കേട്ടോ. സർജറി ഏറെക്കുറെ സക്സസ് ആണ് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാനിങ്ങനെ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ റെഡിയായി വരുന്നു. ഏറെക്കുറെ ഞാൻ ഓക്കെയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.